പ്രബോധനം നടക്കണം. പ്രബോധനം നിങ്ങൾ ഊറ്റൽ നടക്കുന്നുണ്ടെന്നല്ല, അത് പ്രബോധനമല്ല. ഇപ്പോൾ പ്രബോധനമല്ല നടക്കുന്നത്, ഊറ്റലാണ്. സഹായം എല്ലാ വർഷവും പെരുന്നാളിനോടനുബന്ധിച്ച് നാം നടത്താറുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അത് വളരെ ചെറിയ ഒരു സഹകരണമാണ്. ഒരു 100 രൂപ നിങ്ങളെ വീട്ടിലെ നിങ്ങളുടെ പൊന്നുമോന്, നിങ്ങളുടെ പൊന്നുമോൾക്ക് ഒരു പെരുന്നാപ്പണം എന്ന രൂപത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു 100 രൂപയെ പോലെ ഒരു 100 രൂപ എല്ലാവരും ദാറുൽ ഖുർആൻ നൽകിയാൽ നിങ്ങളുടെ വക ദാറുൽ ഖുർആനും ഒരു പെരുന്നാപ്പണം. ഇപ്പോൾ പ്രബോധനമല്ല നടക്കുന്നത്, ഊറ്റലാണ്. തിരിഞ്ഞിട്ടില്ല. എല്ലാ വയലിന്റെയും ഇതിവൃത്തം എന്താ? പിരിവ്. എല്ലാ വയലിന്റെയും ഇതിവൃത്തം പിരിവാണ്. അത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയും, നിങ്ങളുടെ വീട്ടിൽ 4 അംഗങ്ങളുണ്ട്, 4 അംഗങ്ങൾക്കും വേണ്ടി 100 100 100 എന്ന കണക്കിൽ ഒരു 400 രൂപ നിങ്ങൾ നൽകിയാൽ ഇന്ന് അല്ലെ? അങ്ങനെ തന്നെ. കാരണം എന്തിനാണ് ഈ വയലൊക്കെ നടക്കുന്നതിന്റെ പിന്നിൽ? പിരിവാണ് അതിന്റെ പ്രമുഖമായ ലക്ഷ്യം. നിങ്ങളുടെ എല്ലാം നിസ്സീമമായ സഹകരണങ്ങൾ, സഹായങ്ങൾ ദാറുൽ ഖുർആനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വരുമാനവുമില്ല. ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങളെ മുന്നിൽ നീട്ടുന്ന ഈ ഒരു ഒന്നുമില്ലാത്ത ഈ ഹസ്തത്തിലേക്ക് നിങ്ങൾ ഓൺലൈനായും നേരിട്ടും തരുന്ന സംഭാവനകൾ കൊണ്ട് മാത്രമാണ് 150ഓളം വിദ്യാർത്ഥികളുടെ ഭക്ഷണം. ഇവിടുന്ന് ഒരാൾ 10 രൂപ എന്നാൽ അത് 10 രൂപ തന്നെയാണ്. അതിന് നെയ്യപ്പം അങ്ങനെ നടക്കുള്ളൂ. അതിനൊരാൾ 10 രൂപ എന്നാൽ അവിടെ 200 രൂപയാണ്. അത് ചോറും കടിയും ചായയും കൂട്ടാനും എങ്ങനെ നടക്കും? ഇതിൽ നെയ്യപ്പം നടക്കുള്ളൂ. അധ്യാപകന്മാര് ശമ്പളം, മറ്റു മരാമത്ത് പണികൾ എല്ലാം ഭംഗിയായി നടന്നു വരുന്നത്. അതിപ്പോൾ പ്രബോധനമല്ല നടക്കുന്നത്, ഊറ്റലാണ്. ഇപ്പോൾ പ്രബോധനമല്ല നടക്കുന്നത്, ഊറ്റലാണ്. ഏറ്റവും വലിയ സഹായം നിങ്ങൾ ചെയ്യാറുള്ളത് റമളാനിന്റെ അവസാന ഭാഗമാണ്. ദാറുൽ ഖുർആന്റെ വാട്സപ്പ് കൂട്ടായ്മകൾ, ഖുർആൻ സ്റ്റഡീസ് സെന്ററിന് ഏകദേശം 8000ഓളം മെമ്പർമാരുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. വലിയ ഒരു കൂട്ടായ്മയാണത്. നിങ്ങളൊരു 100 രൂപ ഒരു ഭിക്ഷക്കാരന് പോലും തരാവുന്നതാണ്. ഒരു 100 രൂപ. ഇപ്പോൾ പ്രബോധനമല്ല നടക്കുന്നത്, ഊറ്റലാണ്. ഇംദാദ് എന്ന പേരിൽ നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ നിങ്ങൾ 100 തന്നാൽ, നിങ്ങളൊരു 200 തന്നാൽ, നിങ്ങൾ 500 തന്നാൽ, നിങ്ങളൊരു 1000 തന്നാൽ, ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് അത്രേ കഴിയൂ. ഒരു 100 രൂപ നിങ്ങൾ തന്നാൽ പോലും ദാറുൽ ഖുർആനെ സംബന്ധിച്ചിടത്തോളം പല തുള്ളി പെരുവെള്ളം, കുറച്ച് മാസങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു വിഭവം അതിൽ നിന്ന് സമാഹരിക്കാൻ കഴിയും. ഇന്ന് ഈ നടക്കുന്നതിനെ നമ്മൾ പ്രബോധന ഗണത്തിൽ പെടുത്താൻ പാടില്ല. ഇത് പ്രബോധനമല്ല, ഇത് ഊറ്റലാണ്. അല്ലല്ലേ പറഞ്ഞത്?